ഒരു അധ്യാപകന്റെ ആദ്യ ദിനം അത് ഒരു ജോലിയുടെ തുടക്കമെന്നുള്ളതല്ല, അതൊരു ജീവിതത്തിന്റെ മാറ്റിമറിക്കലാണ്. ചിറ്റൂർ കോളേജിൽ അധ്യാപികയായി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ദിവസം, ആദ്യത്തെ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്, എൻ്റെ ചിന്താഗതികൾ എന്തായിരുന്നു? എൻ്റെ ശബ്ദം ഇടറിയോ? എൻ്റെ കൈകൾ ഇടറിയോ? എന്നെക്കൊണ്ട് ഈ ബോർഡിൽ എഴുതാൻ പറ്റിയോ? കുട്ടികളെ ഫേസ് ചെയ്യാൻ പറ്റിയോ? ഇന്ന് എൻ്റെ അധ്യാപക ജീവിതം അല്ലെങ്കിൽ അധ്യാപന ജീവിതം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പായി, ജോലി കിട്ടുമെന്ന് ഉറപ്പായി, കോളേജ് അധ്യാപികയായിട്ട് ജൂനിയർ ലെക്ചററായിട്ട് നിയമന ശുപാർശ ലെറ്റർ കയ്യിൽ കിട്ടി. അപ്പോൾ കോളേജ് അധ്യാപികയായിട്ട് എനിക്ക് പോസ്റ്റിംഗ്, ഞാൻ ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പായി. അപ്പോഴേക്കും ഉൾക്കിടിലമായി, ആകെ അങ്കലാപ്പായി. ജോലി കിട്ടുന്ന സന്തോഷം അതൊരു വശം, മറിച്ച് ആ ജോലിക്ക് ഞാൻ പ്രാപ്തയാണ്, എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തകൾ എന്നെ മതിച്ചുകൊണ്ടേയിരുന്നു. അതൊരു ആകാംക്ഷയുടെ നാളുകൾ തന്നെയായിരുന്നു. അങ്ങനെ ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിൽ ഞാൻ അധ്യാപികയായി ജോയിൻ ചെയ്തു. എൻ്റെ ആദ്യത്തെ ക്ലാസ്. അപ്പൊ ക്ലാസ്സിലേക്ക് വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ കയ്യിൽ ചോക്കുണ്ട്, അത്യാവശ്യം വേണ്ട നോട്ട്സ് കൈവശമുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത മാറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അസ്വസ്ഥതയായിരുന്നു, ആകാംക്ഷയായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ആയിരിക്കും? ഞാൻ എൻ്റെ ക്ലാസ് റൂം കണ്ടുപിടിച്ചു, ക്ലാസ്സിൽ കയറി, വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു. ഞാനും അവരെ അഭിവാദ്യം ചെയ്തു. കുട്ടികൾ ഇരുന്നു, എന്നെ തന്നെ നോക്കിയിരുന്നു. പുതിയ അധ്യാപിക, ജൂനിയർ ആണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. എനിക്കും നേരത്തെ ഒക്കെ ട്യൂഷൻ എടുത്ത കുട്ടികളെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. 60-ലധികം കുട്ടികൾ വരുന്ന ക്ലാസ്, പലതരക്കാർ. അവിടെ പ്രധാനമായിട്ടും തമിഴ് ചുവയുള്ള, തമിഴ് മീഡിയം ഉള്ള കുട്ടികൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷ അത്ര വശം കുട്ടികൾക്ക്, നമ്മുടെ ഭാഷ മലയാളവും ഇംഗ്ലീഷും കലർന്ന ഭാഷ അവർക്ക് അത്ര ഒരു മൈനോറിറ്റിക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് മാനേജ് ചെയ്യാൻ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ആയിരിക്കും? ഞാനും ചിന്തിച്ചു, ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും? അപ്പൊ കുട്ടികളും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ടീച്ചർ എങ്ങനെയായിരിക്കും? ഏതായാലും പതിയെ ഒരു മന്ദഹാസത്തിലൂടെ, ചെറിയ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ, വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് കുട്ടികളോട് കുശലാന്വേഷണങ്ങൾ വഴി ഞാൻ അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. എപ്പോഴും അങ്ങനെയാണ്, പിൽക്കാലത്തും അത് തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത്. നേരെ പോർഷനിലേക്ക് പോകാതെ സ്റ്റുഡൻസ് ഫസ്റ്റ്, അവരെ അടുത്തറിയാനും അവരുടെ മനസ്സ് വായിച്ചെടുക്കാനും അവരിൽ ഒരാളായി അവർക്കൊപ്പം നിൽക്കാനും പതിയെ ഞാൻ പഠിച്ചെടുത്തു. അപ്പൊ കുട്ടികളെന്ന്, വിദ്യാർത്ഥികളെന്ന് പറയുന്നതിൽ പല പ്രകൃതക്കാരുണ്ട്. നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്, ക്ലാസ് ശ്രദ്ധിക്കുന്നവരുണ്ട്, ഉഴപ്പുന്നവരുണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്നവരുണ്ട്, മനസ്സിലാകാൻ പ്രയാസമുള്ളവരുണ്ട്, ഭാഷയുടെ പ്രശ്നം കൊണ്ട് മനസ്സിലാകാതിരിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കുന്നവരുണ്ട്, ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെ? അതായിരുന്നു എൻ്റെ ആദ്യത്തെ പരീക്ഷണം, ആദ്യത്തെ വെല്ലുവിളി. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? പതിയെ സിലബസിലേക്ക് കടന്നു, ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കടന്നു. അവിടെയെല്ലാം നമ്മുടെ മുൻപിലുള്ള കുട്ടികളുടെ കഴിവും ആ പാത്രം അറിഞ്ഞുള്ള വിളമ്പലാണ് നമുക്ക് വേണ്ടത്. അവർക്ക് എന്തുമാത്രം പ്രീ റിക്വസിസ്റ്റ് ഉണ്ട്, അവരുടെ ലെവൽ എന്താണ്, അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്, അത് മനസ്സിലാക്കലാണ് ഒരു അധ്യാപകന്റെ ആദ്യത്തെ ജോലി. കുട്ടി എന്തൊക്കെ പഠിച്ചിരിക്കുന്നു, എന്തൊക്കെ അറിയാം, ഏത് ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ആ ബാലപാഠങ്ങൾ എനിക്ക് അല്പം ട്യൂട്ടോറിയൽ ഫീൽഡ് വശമുള്ളത് കൊണ്ട് എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ അറിവിന്റെ മേഖല അതുകൂടി മനസ്സിലാക്കി എടുത്തുകൊണ്ട് അവരോട് സംവദിച്ചുകൊണ്ട്
പതിയെ മുന്നോട്ട് നീങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള കുട്ടികളാണ്. ക്ലാസ് ശ്രദ്ധിക്കുന്നവരുണ്ടാകാം, ശ്രദ്ധിക്കാത്തവര്, മിടുക്കന്മാര്, പലരും ട്യൂഷൻ കഴിഞ്ഞ് വന്നില്ല. അന്നൊക്കെ നല്ല ട്യൂഷൻ കൊടുക്കുന്ന വീടുകളിൽ നിന്നൊക്കെ നല്ല ട്യൂഷൻ കൊടുക്കും. അപ്പൊ അന്നും അതുപോലെ തന്നെ അന്നത്തേതായ ലെവലിലുള്ള ട്യൂഷൻ, മാത്സിന് പ്രത്യേകിച്ച് ട്യൂഷൻ കൊടുക്കും. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടികൾ ക്ലാസ് ശ്രദ്ധിക്കില്ല, അവർ ബഹളമായിരിക്കും. അപ്പൊ ഇവരുടെ ഈ നാനാതരക്കാരുടെ ഇടയ്ക്ക് ഈ ഒരു അധ്യാപകൻ പിടിച്ചു നിന്ന് പോകണം, അവരെ മാനേജ് ചെയ്യണം. ക്ലാസ് ബഹളമാകരുത്, കൺട്രോൾ വേണം. നമുക്ക് പഠിപ്പിക്കാനുള്ള പോർഷൻസ് പഠിപ്പിക്കണം, അവർക്ക് കൊടുക്കാനുള്ള അറിവുകൾ പകർന്നു കൊടുക്കണം, അവരെ ഇൻസ്പയർ ചെയ്യണം, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം. പാഠഭാഗങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ മോട്ടിവേഷണൽ കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞ് അവരെ ആ ലൈനിലേക്ക് കൊണ്ടുവരണം. പെട്ടെന്ന് നമ്മൾ സിലബസിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് കടന്നാൽ അത് അവർ വന്നെത്തണമെന്നില്ല. അപ്പൊ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ. അങ്ങനെ പതിയെ പതിയെ എൻ്റെ ദിവസങ്ങൾ അവിടെ പിച്ചവെച്ചു തുടങ്ങി. എൻ്റെ അധ്യാപന ജീവിതം ആ സ്ഥാപനത്തിൽ പല ക്ലാസ്സുകളിലായി പിച്ചവെച്ച് നീങ്ങി. പല ബാച്ച് കുട്ടികൾ, പല ക്ലാസ്സുകൾ, പ്രീ ഡിഗ്രി, ഡിഗ്രി, PG. അപ്പൊ ഞാൻ നേരത്തെയൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഏത് ക്ലാസ് ആണെങ്കിലും നല്ല വെൽ പ്രിപ്പയർഡായി മാത്രമേ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് പല കുട്ടികളെയും പലതരത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കുട്ടി ഞാൻ ശ്രദ്ധിക്കുന്നത്, അതിങ്ങനെ മിണ്ടാതെ അല്പം ഒന്ന് മുൻപോട്ട് ബെൻഡ് ചെയ്ത് നമ്രശിരസ്കയായിട്ട് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നമുക്കിപ്പോ എതിരെ ഞാൻ ഹോസ്റ്റലായിരുന്നല്ലോ താമസം. അപ്പൊ ആ കുട്ടി ഹോസ്റ്റലിൽ താമസം ഉണ്ടായിരുന്നു. എതിരെ വന്നാൽ വളരെ ഭവ്യതയോടെ, വിനയത്തോടെ, അല്പം വഴിമാറി ചിരിച്ച് അതിലേ നടന്നങ്ങ് പോകും. അപ്പോഴവൾ അധികം മൂന്ന് നോക്കൂല, ഈ കുഞ്ഞ മുഖത്തിൽ തന്നെ ചിരിച്ച് അങ്ങ് നടന്നു പോകും. അതൊരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ ഇതൊന്നും നമുക്ക് ആദ്യമൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് അവളുടെ പഠിത്ത രീതികളെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ അത്രത്തോളം നമ്മൾ അവരുമായിട്ട് അടുത്തിട്ടില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെയാണ് അങ്ങനെയൊക്കെ കുട്ടികളെ കാണുന്നത്. ആകെ 2 വർഷമാണ് ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിപ്പിച്ചത്. അതിൽ മിക്കവാറും ഒക്കെ ലീവും, വീട്ടിൽ പോകും, യാത്രയും, പ്രസവത്തിന്റെ ലീവും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം കഴിച്ചു കൂട്ടിയിട്ടുമുണ്ട്. എന്നാലും മാക്സിമം കിട്ടുന്ന സമയമൊക്കെ കുട്ടികളുമായിട്ട് നല്ലതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ടീച്ചർ ആയാൽ മാത്രം മതിയോ? നമ്മൾ എങ്ങനെ അവരെ പഠിപ്പിക്കും, എന്തൊക്കെ അറിയണം? നമ്മൾ ഒരു പാഠഭാഗങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചർക്ക് ഉപരി അവരെ അടുത്തറിയാനും, അവരുടെ മനസ്സറിയാനും, അവരുടെ കഴിവുകളും പോരായ്മകളും അടുത്തറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനും, അവർക്കൊരു മെന്ററിങ് കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിലേ അവിടെ ഒരു അധ്യാപകന്റെ ധർമ്മം പൂർത്തിയായുള്ളൂ. ഇപ്പോഴും ഒരു സപ്പോർട്ടും, ഒരു ഗൈഡൻസും, ഒരു മോട്ടിവേറ്ററും, ഒരു ഇൻസ്പിറേറ്ററും ഒക്കെ ആകാൻ പറ്റണം. അല്ലാതെ ഒരാളൊരു ടീച്ചർ ആവില്ല. അപ്പൊ ഞാൻ നേരിട്ട പലതരം വെല്ലുവിളികളുണ്ട്. പല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതില് ഒന്ന്, സ്റ്റുഡൻസ് ഫസ്റ്റ്, സിലബസ് നെക്സ്റ്റ്. പിന്നെ ടീച്ചിങ് മീൻസ് കണ്ടിന്യൂസ് ലേണിംഗ്. അത് ഒരു ദിവസം കൊണ്ട് നിന്ന് പോകുന്നില്ല, തുടർച്ചയായിട്ട് തുടരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. ഒരു ടീച്ചറിന്റെ സ്വഭാവം, ടീച്ചറിന്റെ പ്രകൃതം, ടീച്ചറിന്റെ മെന്റാലിറ്റി, ഇതെല്ലാം വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നുണ്ട്. ടീച്ചറിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളിൽ നിന്ന് ടീച്ചറും പഠിക്കുന്നുണ്ട്. റെസ്പെക്ട് ഈസ് ഏൺഡ്, നോട്ട് ഗിവൺ. നമ്മുടെ പെരുമാറ്റവും, കുട്ടികളോടുള്ള അപ്രോച്ചും, അവരോടുള്ള നമ്മുടെ അനുഭാവവും, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനവും, അവരെ നന്നാക്കിയെടുക്കാനും, അവരെ പ്രോത്സാഹിപ്പിക്കാനും, അവരുടെ നന്മയ്ക്കും വേണ്ടി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു, അത് നന്നായിട്ട് ക്ലാസ് റൂമുകളിൽ പ്രതിഫലിക്കും, ക്ലാസ്സിന് പുറത്തും പ്രതിഫലിക്കും. അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയാനും പറ്റും. അവർക്ക് വേണ്ടി ടീച്ചർ എന്തുമാത്രം പാടുപെടുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ആത്മാർത്ഥമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും അതിനൊരു റെസ്പെക്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് തരും. അത് നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും. നമ്മളെ പിൽക്കാലത്തും എവിടെ കണ്ടാലും എവിടെ വെച്ചും നമ്മൾ ഓർക്കുന്ന അധ്യാപകരായിട്ട് അവരുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ നിങ്ങളുടെ അധ്യാപകരെ പറ്റി? ഒരുപാട് അധ്യാപകരിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും, അത്യാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപദേശിച്ചിട്ടുണ്ടാകും, അവിടെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും.
അങ്ങനത്തെ അധ്യാപകരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഒരു അധ്യാപകയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പോസിറ്റീവ് കമന്റ് ആണ്. അത് ഏത് സ്റ്റേജിലും ആകാം. ഞാൻ വർഷങ്ങൾക്കിപ്പുറം പ്രിൻസിപ്പളായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ ഒരാഴ്ചക്കകം തന്നെ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ്, അതുപോലെ പരിചയപ്പെടൽ, PTA മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു, എല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരും പിരിഞ്ഞുപോയി. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ടീച്ചർ എൻ്റെ അടുത്ത് വന്നു, പെർമിഷൻ എടുത്ത് അടുത്ത് വന്നു, തിരിച്ചുകൊണ്ട് വന്നു. അപ്പോ ആ ചിരിയിലും ആ ടീച്ചറിന്റെ പ്രകൃതത്തിലും നടത്തയിലും ഒക്കെ എന്തോ ഒരു പ്രത്യേകത, എനിക്ക് എവിടെയോ ഒരു പരിചയം. ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വളരെ ചുരുങ്ങിയ 2 വർഷക്കാലം ആദ്യകാലം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതും പ്രീ ഡിഗ്രി, ഡിഗ്രി, PG ഒക്കെ എടുത്തെങ്കിലും എനിക്ക് അങ്ങോട്ടൊന്നും എന്റെ ചിന്ത പോയില്ല. ഈ ടീച്ചറെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു 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 പരിചയം, എവിടെയോ ഒരു പരിചയം. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു, അല്പം മുൻപോട്ട് ബെൻഡ് ചെയ്ത് ഒന്ന് കുനിഞ്ഞ് വളരെ ഭവ്യതയോടെ, ക്രമത്തിലധികം ഭവ്യതയോടെ എൻ്റെ അടുത്ത് നിന്നു. അപ്പൊ ഞാനും എന്തെന്നുള്ള ഭാവത്തോടെ ടീച്ചറെ നോക്കിയിരുന്നു. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന്? ഞാൻ ഇങ്ങനെ ഒന്ന് സംശയത്തോടെ നോക്കിയപ്പോൾ ടീച്ചർ എന്നെ ചിറ്റൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രീ ഡിഗ്രി ബാച്ച്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടിയാണത്. ആ സൗമ്യയായ, മുൻപോട്ടൽപ്പം ആഞ്ഞു നടക്കുന്ന, വളരെ ഭവ്യതയും വളരെ കുലീനയും സൗമ്യയും ഒക്കെ ആയ ആ പെൺകുട്ടിയായിരുന്നു. അപ്പൊ അവളുടെ പ്രീ ഡിഗ്രി ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിയുമ്പോൾ 7 വർഷം. ആ 7 വർഷം കഴിഞ്ഞ് ഉടനെ PSC പരീക്ഷ എഴുതി കോളേജിൽ അധ്യാപികയായിട്ട്, അതായത് ഒരു 10 വർഷം കൊണ്ട് അവൾ അധ്യാപികയായി. എനിക്കൊപ്പം എത്തി. ഞാൻ പ്രിൻസിപ്പൾ ആയപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ആ സ്ഥാപനത്തിൽ 1-ലധികം വർഷങ്ങളായി. അപ്പൊ എന്ത് ഫാസ്റ്റായിട്ടാണ് ആ കുട്ടി വളർച്ചയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിലുണ്ടായ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സന്തോഷമായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡന്റ് അത്രയും പെട്ടെന്ന് പഠിച്ച് സമർത്ഥയായിട്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചു ആ കുട്ടി അത്രയും പഠിക്കുന്ന കുട്ടിയാണെന്ന്. അതാണ് വിദ്യാർത്ഥികളുടെ വ്യത്യാസം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അവരെത്രമാത്രം പഠിച്ചെന്നോ അല്ലെങ്കിൽ അവരുടെ കരിയർ എങ്ങനെ പോകുമെന്നോ. നമുക്ക് പഠിപ്പിക്കാനല്ലേ പറ്റൂ. അവരെന്ത് പഠിച്ചെടുത്തു, എന്തുമാത്രം അവർ അതിൽ നേടി, കറക്റ്റ് ടൈമിൽ PSC പരീക്ഷ എഴുതാൻ പറ്റി, നല്ല പെർഫോം ചെയ്തിരിക്കുന്നു. ഒപ്പം കോളേജിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. ഞാൻ പ്രിൻസിപ്പളായപ്പോൾ HOD വരെ എത്തിയിരിക്കുന്നു. ടീച്ചറല്ല എന്ന് ഓർത്തോളണം. അതായത് അത്രയും സർവീസ് കിട്ടിയിരിക്കുന്നു. ഒരു 10-20 വർഷത്തെ സർവീസ്. എനിക്കന്ന് 27-28 വർഷത്തെ സർവീസ് ആയെങ്കിൽ ഒരു 20 വർഷം, ഒരു 15 വർഷത്തിന് മേലെ സർവീസ് ആ കുട്ടിക്കുമായിരിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ ഒരു നിമിഷമായിരുന്നു ആ വിദ്യാർത്ഥിയെ കണ്ട അനുഭവം. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടോ? നിങ്ങളുടെ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥനെയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയോ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് പറയും. ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്.